ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പൊ ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് ജസ്റ്റിൻ ആണ്. ജസ്റ്റിൻ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, ജസ്റ്റിന്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലാണ്. ഇപ്പൊ ഓക്കെ, അപ്പോ പത്തനംതിട്ടയിൽ എവിടെയാണ്? പത്തനംതിട്ടയില് തീയാടി റാന്നിക്ക് അടുത്ത. റാന്നിക്ക് അടുത്താണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പാരൻസ് ഉണ്ട്, പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്. ഓക്കെ ഓക്കെ. സോ അപ്പൊ ഏത് കോഴ്സ് അവോധി ചൂസ് ചെയ്തിരുന്നേ? ഞാൻ അബോധയെ ചൂസ് ചെയ്തത് ഡെവലപ്മെന്റ് ആയിരുന്നു. ഫ്ലട്ടർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. ഓക്കെ, ഫ്ലട്ടറും രണ്ട് കോഴ്സ് ചൂസ് ചെയ്തായിരുന്നു, അതോ ഫ്ലട്ടർ മാത്രമായിരുന്നു? അല്ല, ഫ്ലട്ടർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫ്ലട്ടർ ആയിട്ടായിരുന്നു. ഫ്ലട്ടർ ആയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. സോ അപ്പോ എന്താ ഫ്ലട്ടർ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? മെയിൻലി ഞാൻ ആൻഡ്രോയിഡ് ആയിരുന്നു നേരത്തെ കുറച്ചുകൂടെ പ്രിഫർ ചെയ്തത്. ഞാൻ കോളേജ് ശേഷം ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിലേക്ക് ഞാൻ തിരിഞ്ഞിരുന്നു. അപ്പൊ ആൻഡ്രോയിഡിന് ശേഷം പിന്നീട് ഫ്ലട്ടർ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കരിയറിലും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് iOS-ലായാലും ആൻഡ്രോയിഡിലായാലും ബോത്ത് ലാംഗ്വേജിലായാലും കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്ലട്ടർ ഞാൻ ചൂസ് ചെയ്തത്. ഫ്ലട്ടർ ചൂസ് ചെയ്തു. ഓക്കെ. സോ അപ്പോ ഫ്ലട്ടർ എന്നൊരു കോഴ്സ് അന്വേഷിക്കുന്ന ടൈമില് എങ്ങനെയാ അവോധയെ പറ്റി അറിഞ്ഞ എങ്ങനെയാ? ആക്ച്വലി ഞാൻ അവോധയെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു. അതായത് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അബോധയിലേക്ക് കുറെ പേരെ ഷെയർ വേണ്ടി എന്നോട് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി അപ്പൊ എനിക്ക് അന്ന് കൃത്യമായിട്ട് അറിയുന്നില്ലായിരുന്നു. കാരണം അന്നും ഈ 2,800 ഉള്ളൂ ഫീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും പോസിബിലിറ്റീസ് അല്ല. കാരണം കമ്പനികളിലെ 25,000 ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി അവോധ ഒരു ആൻഡ്രോയിഡ് കോഴ്സ് തന്നെ പഠിച്ചത്. 25,000 സത്യത്തിൽ അന്ന് തന്നെ പഠിച്ചത്. അപ്പൊ അന്ന് ഒരു കമ്പനിയിലായിരുന്നു, കമ്പനി തന്നെ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഞാനും അപ്പൊ ഇത് കേട്ടപ്പോൾ കുറച്ചുകൂടെ വേറെ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചെയ്തപ്പോഴും അവരും പറഞ്ഞത് 2,800 അതെങ്ങനെ അത് പോസിബിൾ ആവുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്കും അങ്ങനെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത് പഠിച്ച ഒരാള് ഇതുപോലെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെയുണ്ട് അവനോട് അറ്റ്മോസ്ഫിയർ ഒക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് തന്നെ അവനാണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാനും വിചാരിച്ചു ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കൂടുതൽ പഠിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ഞാൻ പിന്നീട് ചൂസ് ചെയ്തത്. ചൂസ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോ ജസ്റ്റ് നേരത്തെ എന്താ അവോധയിൽ വരുന്നതിന് മുമ്പ് നേരത്തെ എന്താ പഠിച്ചിരുന്ന എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാമോ? ആ, ഞാനത് പ്ലസ് ടുവിന് ശേഷം പിന്നീട് ഞാൻ ഡിപ്ലോമ 3 ഇയേഴ്സ് ഡിപ്ലോമ ആയിരുന്നു. 3 ഇയേഴ്സ് ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഓക്കെ. അത് കംപ്ലീറ്റ് ശേഷം ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ഞാൻ ആൻഡ്രോയിഡിലേക്ക് മാറുകയായിരുന്നു. സോ അപ്പോ അവോധയില് ഫ്ലട്ടർ എന്ന കോഴ്സ് ചൂസ് ചെയ്തിട്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോഴ്സ് നല്ല കോഴ്സായിരുന്നു. അതായത് കുറച്ചുകൂടെ നമുക്ക് നല്ല നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ തന്നെ നമുക്കിത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു ഏതൊരു കമ്പനി ചെല്ലുവാണെങ്കിലും നമുക്ക് അവിടെ ഇപ്പോൾ ഈവൻ ഇപ്പോൾ കേരളം വിട്ട് ഏതെങ്കിലും സ്റ്റേറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന കുറച്ചിനൊക്കെ നമ്മുടെ മദർ ടങ്ങിൽ കിട്ടത്തില്ല. യാ. അപ്പൊ ഏത് ലാംഗ്വേജിൽ അപ്പൊ ആപ്ലിക്കേഷൻ വഴിയായാലും നമുക്ക് ഓൺലൈൻ എടുക്കുവാണെങ്കിൽ മദർ ടങ്ങിൽ കിട്ടുന്ന അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരുന്നു അവോധയിൽ. അപ്പൊ നമ്മുടെ ടൈം എടുക്കുന്ന എത്രത്തോളം എടുക്കുന്നു നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇഷ്ടമുള്ള ഒരു സമയത്ത് എപ്പോൾ വേണേലും ഈവൻ നൈറ്റിലായാലും ഡേ ടൈമിലായാലും എപ്പോൾ വേണേലും നമുക്ക് ഓൺലൈനിൽ അത് ചൂസ് ചെയ്യണം. പ്രീ റെക്കോർഡ് ആയതുകൊണ്ട് ചൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരുന്നു. ഈവൻ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാനാലും ഡൗട്ട് ക്ലിയർ സെക്ഷൻ ഉണ്ടായത് അതും ഡേ ടൈമിൽ ഉണ്ടായ സമയത്ത് കൊണ്ട് നമുക്കത് ലൈവ് സെക്ഷൻ ഉണ്ടായതുകൊണ്ട് ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഫ്ലട്ടർ പഠിക്കുന്നതിനെ കുറിച്ച് എളുപ്പമായിരുന്നു. ഓക്കെ ഓക്കെ. സോ അപ്പോ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു ക്ലാസ് കാണുന്നതിന്റെ ഇടയ്ക്ക്? ചില കാര്യങ്ങള് നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാലും അതെ ടെക്നിക്കൽ എററായിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഡൗട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ പോഷൻ തോന്നിയിട്ടില്ല. കാരണം ക്ലിയർ ആയിട്ടാണ് അത് പറഞ്ഞു പോകുന്നത്. നമ്മുടെ ലാംഗ്വേജ് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് ഫീൽ ചെയ്തില്ല. ടെക്നിക്കലായിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതിന് അത് ഉള്ള പ്രോഗ്രാം മാത്രമേ ഉള്ളായിരുന്നു. അത് നമുക്ക് ക്ലിയർ ചെയ്ത് ലൈവ് സെഷൻ തന്നെ ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ ഓക്കെ. സോ അപ്പോ ജസ്റ്റിന് എത്ര ടൈം പീരീഡ് കൊണ്ടാണ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്?
ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഈവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിനുശേഷം പിന്നീട് ഇതിന് ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിലേക്ക് പിന്നെ ഇതിന് ഫുൾ ടൈം ആയിട്ടിലേക്ക് ഇറങ്ങിയത്. ഈ മാക്സിമം നമുക്കൊരു കണ്ടിന്യൂസ്ലി ഇത് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 3 to 4 months നമുക്ക് കറക്റ്റ് റെഗുലർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ കറന്റ് ഇപ്പൊ ജസ്റ്റിൻ എന്ത് ചെയ്യാണ്? ഞാനിപ്പോ കറന്റ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് കാനഡയിലെ ലൊക്കേഷൻ. ഇതിലിപ്പോ ഇന്റേൺഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ഓക്കെ, എപ്പോഴാണ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? എത്ര ടൈം പീരീഡ് ആയിപ്പോ? ഇപ്പോ ജസ്റ്റ് ഒരു 1 week ആയതേ ഉള്ളൂ. 1 weekന്റെ സമയം ആയതേ ഉള്ളൂ സ്റ്റാർട്ട് ആയിട്ട്. ഏകദേശം ഇപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് ഒരു കോഴ്സ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങനെയൊക്കെ ഉള്ളൂ. ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അതിലിപ്പോ വീട്ടിൽ തന്നെ ഇരുന്ന് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് അവർ സപ്പോർട്ടീവ് അല്ലേ? അതെ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ. അപ്പോ ജസ്റ്റിൻ ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.